ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ CBSE സിലബസിലെ 8ാം ക്ലാസ്സിലെ മാത്സിലെ എ സ്ക്വയർ ആൻഡ് എ ക്യൂബ് എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്കറിയാം സ്ക്വയർ എന്താ. ഒരു സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സ്ക്വയർ എന്താ 1, 2 സ്ക്വയർ എന്താ 4, 3 സ്ക്വയർ എന്താ 9, 4 സ്ക്വയർ എന്താ 16, ഇങ്ങനെ പോകും. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 into 5 എന്നാണ് കേട്ടോ, 25. 6 സ്ക്വയർ എന്താ 6 into 6, 6 into 6 എന്താ 36. അതേപോലെ 7 സ്ക്വയർ എന്താ 7 into 7 is equal to ഒരു സെക്കൻഡ്, 7 into 7 is equal to 49. ഓക്കെ, പിന്നെ 8 സ്ക്വയർ വരും. 8 സ്ക്വയർ എന്താ 8 into 8 is equal to 64. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സ്ക്വയറുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു മിനിമം ഒരു 25 വരെയെങ്കിലും സ്ക്വയേഴ്സ് എല്ലാവരും പഠിച്ചു വെക്കണം. ഇതേപോലെ ക്യൂബ്സ് ഉണ്ട്. ക്യൂബ് അറിയാമല്ലോ, ക്യൂബ് 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ 1 into 1 into 1. 2 ക്യൂബ് എന്താ 2 into 2 into 2. 1 into 1 into 1 1, 2 into 2 4, 4 into 2 8, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 3 ക്യൂബ് എന്താ അതേപോലെ 3 into 3 into 3, 3 വട്ടം 3 വെച്ചിട്ട് ഇൻറ്റു ചെയ്യുക, അപ്പോൾ 27. അങ്ങനെ ഇതിനാണ് ക്യൂബ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഒരു 20 അല്ലെങ്കിൽ 25 വരെ പഠിച്ചു വരിക്കണം, വളരെ നല്ലതാണ്. ഒരു സ്ക്വയർ ആണെങ്കിലും, ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആണെങ്കിലും ക്യൂബ് ആണെങ്കിലും ഒരു 25 വരെയൊക്കെ പഠിച്ചു വയ്ക്കണം, വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സ്ക്വയർ റൂട്ടൊക്കെ എഴുതിയല്ലോ, സ്ക്വയർ റൂട്ട് എഴുതിയില്ലേ, സ്ക്വയർ റൂട്ട് എഴുതി. 1 സ്ക്വയർ 1 into 1 is equal to 1. 2 സ്ക്വയർ അങ്ങനെ എഴുതിയല്ലോ നേരത്തെ. 2 into 2 is equal to 4. 3 സ്ക്വയർ എന്താ 3 into 3 is equal to 9. 4 സ്ക്വയർ is equal to 4 into 4 60, ഇങ്ങനെ എഴുതിയില്ലേ. ഇപ്പോൾ നമ്മളെന്താ ഇത് 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 into 4. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 into 3. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 into 2. 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 into 1. ഇതാണ് ഒരു നമ്പറിൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. 4ൻ്റെ സ്ക്വയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 60 എന്ന് പറയണം. 3ൻ്റെ സ്ക്വയർ എന്താ വെച്ചാൽ 9 എന്ന് പറയണം. 2ൻ്റെ സ്ക്വയർ എന്താ വെച്ച് കഴിഞ്ഞാൽ 4 എന്ന് പറയണം. 1ൻ്റെ സ്ക്വയർ എന്താ വെച്ചാൽ 1 എന്ന് പറയണം. ഇനി 5ൻ്റെ സ്ക്വയർ എന്താ വെച്ചാൽ എന്ത് പറയണം, 5 into 5 എന്താണ് 25 എന്ന് പറയണം. ഓക്കെ, ഇങ്ങനെയാണ് സ്ക്വയർ പറയാം. അതേപോലെ ഇനി നമ്മൾ സ്ക്വയർ റൂട്ട് പറയും. ഇപ്പോൾ 16ൻ്റെ സ്ക്വയർ റൂട്ട് എന്താ വയ്ക്കും, അപ്പോൾ 4 എന്ന് പറയണം. 9ൻ്റെ സ്ക്വയർ റൂട്ട് എന്താ വയ്ക്കും, അപ്പോൾ 3 എന്ന് പറയണം. 4ൻ്റെ സ്ക്വയർ റൂട്ട് എന്താ ചോദിക്കും, അപ്പോൾ 2 എന്ന് പറയണം. അതേപോലെ 5 സ്ക്വയർ എന്താ 5 into 5 അല്ലേ, അപ്പോൾ 25. അപ്പോൾ 25ൻ്റെ സ്ക്വയർ റൂട്ട് എന്താ ചോദിക്കും, അപ്പോൾ 5 എന്ന് പറയണം. ഓക്കെ, സ്ക്വയർ റൂട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, അങ്ങനെയാണ് സ്ക്വയർ റൂട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. 25ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 എന്ന് പറയണം. അതേപോലെ 49ൻ്റെ സ്ക്വയർ റൂട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ 7 എന്ന് പറയണം. 7 into 7 ആണല്ലോ 49, അപ്പോൾ 49ൻ്റെ സ്ക്വയർ റൂട്ടാണ് 7. ഓക്കെ, ഇനി റൂട്ട് 81ൻ്റെ സ്ക്വയർ റൂട്ട് എന്താ വെച്ചാൽ എന്താ പറയണം, 9 ആണെന്ന് പറയണം. അപ്പോൾ 100ൻ്റെ സ്ക്വയർ റൂട്ട് എന്താ വെച്ചാൽ എന്ത് പറയണം, 10 ആണെന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനിയിപ്പോൾ നമ്മളെടുത്ത് ഒരു നമ്പർ തന്നു, നമുക്കിപ്പോൾ ഒരു നമ്പർ തന്നിട്ട് നമ്മളടുത്ത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ. ഇപ്പോൾ നമ്മളടുത്ത് ഫോർ എക്സാമ്പിൾ 64ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെ എഴുതണം, ഒരു വരട്ട് താഴത്തോട്ട് ഇങ്ങനെ അതേപോലെ അങ്ങനെ എഴുതണം. ഓക്കെ, അങ്ങനെ എഴുതണം. അത് 64നെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കറിയണ പ്രൈം നമ്പേഴ്സ് അറിയാലോ. പ്രൈം നമ്പേഴ്സ് എന്തൊക്കെ, 2, 3, 5, 7, 11, 13, ഇതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്. ഈ നമ്പർ വെച്ചിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. 64ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രൈം നമ്പേഴ്സ്, ഇതാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. 2, 3, 5, 7, 11, 13.
അപ്പോൾ ഈ പ്രൈം നമ്പേഴ്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യം ഇത് നമുക്ക് ഒരു ഈവൺ നമ്പറാണ്. 64 എന്താണ്, ഒരു ഈവൺ നമ്പറാണ്. അപ്പോൾ 64നെ നമ്മൾ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ഈവൺ നമ്പേഴ്സിനെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 വെച്ചിട്ട് 64നെ ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും, 32 എന്ന് കിട്ടും. ഓക്കെ, 32 ഒരു ഈവൺ നമ്പർ. അപ്പോൾ 32നെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ വീണ്ടും നമുക്ക് എന്ത് കിട്ടും, 16 കിട്ടും. 16 ഒരു ഈവൺ നമ്പർ. 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും, 8 കിട്ടും. 8നെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും, 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും. 4നെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും, 2 കിട്ടും. 2 വെച്ചാൽ വീണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. ഓക്കെ, ഇനി ഇതിനെന്ത് ചെയ്യണം എന്നറിയോ, ഇതിനെ പെയറാക്കി എഴുതണം. നമ്മൾ സ്ക്വയർ റൂട്ടല്ലേ കാണുന്നത്, സ്ക്വയർ റൂട്ടാണ് കാണുന്നത്. അപ്പോൾ രണ്ടെണ്ണല്ലേ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, 2 × 2 അല്ലെങ്കിൽ 3 × 3 4 × 4 അങ്ങനെയല്ല. അപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ടല്ലേ, രണ്ടെണ്ണം വെച്ചാൽ. അപ്പോൾ ഇവിടെ അതേപോലെ നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ട് എടുക്കണം. 2 × 2 ഈ 2 × 2 എടുക്കുക, ഈ 2 × 2 എടുക്കുക, ഈ 2 × 2 എടുത്ത് അത് ഇവിടെ എഴുതുക. 2 × 2 2 സ്ക്വയർ × 2 സ്ക്വയർ × 2 സ്ക്വയർ എന്താണ്, 64 എന്നാണ് വാല്യൂ വരിക. ഓക്കെ, ഞാനൊന്ന് എഴുതുക. 2 സ്ക്വയർ × 2 സ്ക്വയർ × 2 സ്ക്വയർ 64 എന്ന് കിട്ടും. ഇനി നമ്മൾ സ്ക്വയർ റൂട്ടല്ല കാണുന്നത്. അപ്പോൾ ഇതെല്ലാം സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ എഴുതുക. സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ എഴുതി 64 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഇവിടെ രണ്ടെണ്ണം ഉണ്ടല്ലോ, സ്ക്വയർ റൂട്ടിൻ്റെ പുറത്തെടുക്കണം. ഇതിപ്പോൾ സ്ക്വയർ റൂട്ടിൻ്റെ അകത്തല്ലേ, ഇത് സ്ക്വയർ റൂട്ടിൻ്റെ അകത്തല്ലേ. ഇതിനെ പുറത്തെടുക്കുമ്പോൾ ഈ സ്ക്വയർ എന്നുള്ളാണ്ട് പോകും. അതാണ് സ്ക്വയർ റൂട്ടിൻ്റെ പുറത്തെടുക്കുമ്പോൾ സംഭവിക്കുക. അപ്പോൾ 2 × സ്ക്വയർ റൂട്ടിൻ്റെ പുറത്തെടുക്കുമ്പോൾ ഇവിടെ സ്ക്വയർ പാടില്ല. ഓക്കെ, അത് ശ്രദ്ധിക്കണം. അപ്പോൾ എന്താവും, സ്ക്വയർ റൂട്ടിൻ്റെ പുറത്തെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, സോറി ഞാൻ വീണ്ടും എഴുതി സ്ക്വയർ റൂട്ട്. അപ്പോൾ സ്ക്വയർ റൂട്ട് പാടില്ല. നമ്മൾ 2ൻ്റെ ഈ 2 സ്ക്വയറിനെ പുറത്തെടുക്കുക, സ്ക്വയർ റൂട്ടിൻ്റെ പുറത്തെടുക്കുക. അപ്പോൾ 2 × 2 × 2 ഇവിടെ 3 വട്ടമല്ലേ, 1 2 3 3 വട്ടമാണ് 2 സ്ക്വയർ ഉള്ളത്. അപ്പോൾ 3 വട്ടം എഴുതുക. 2 സ്ക്വയറിന് ഒരു 2, 2 സ്ക്വയറിന് ഒരു 2, 2 സ്ക്വയറിന് ഒരു 2. അപ്പോൾ എന്തായി, 2 × 2 × 2 2 × 2 × 2 എത്രയാണ്, 8 ആണ്. അപ്പോൾ 64ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, അപ്പോൾ അതങ്ങനെ ചെയ്യാം. ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. 144നെ എന്ത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാനാണ് നേരത്തെ പറഞ്ഞത്, പ്രൈം നമ്പേഴ്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. 2 3 5 7 11 13 ഇതൊക്കെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യം നമ്മളിതൊരു 144 ഒരു ഈവൺ നമ്പർ ആയതുകൊണ്ട് നമ്മൾ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പം എന്ത് കിട്ടും, 72 കിട്ടും. 72നെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും, 36 എന്ന് കിട്ടും. 36നെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ 18 കിട്ടും. 18നെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ 9 കിട്ടും. 9നെ നമ്മൾ എന്ത് ചെയ്യും, 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം 9 ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ 9നെ 3 വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 9നെ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നത് 3 കിട്ടും. 3നെ 3 വെച്ച് 1 കിട്ടും. ഇനി ഇത് പെയറാക്കിയതാണ്. അപ്പോൾ എന്താ, 2 2 ഒരു പെയർ, 2 2 ഒരു പെയർ, 3 3 ഒരു പെയർ. അപ്പോൾ അത് എടുത്ത് എഴുതാം. നമ്മൾ എന്താ എഴുതണം, 2 സ്ക്വയർ × 2 സ്ക്വയർ × 3 സ്ക്വയർ. ഇവിടെ കണ്ടില്ലേ, 2 സ്ക്വയർ, ഇത് രണ്ടും 2 സ്ക്വയർ. ഇനി 2 സ്ക്വയർ, ഇവിടെയും 2 സ്ക്വയർ, ഇവിടെ 3 സ്ക്വയർ. ഇത് 3 സ്ക്വയർ ആണ്, ഞാൻ തെറ്റി എഴുതിയതാണ്, സോറി. 3 സ്ക്വയർ ആണ്, ഞാനത് ശരിയാക്കിയത്. 3 സ്ക്വയർ ആണ്. ഓക്കെ, 3 സ്ക്വയർ. അപ്പോൾ ഇതെന്തായി, ഈ 3 സ്ക്വയർ എന്തായി, ഇവിടെ 3 × 3. അപ്പോൾ ഒന്നുകൂടിയും പറയാം, 2 സ്ക്വയർ ഈ 2 2 എടുത്തു, 2 സ്ക്വയർ ഈ 2 2 എടുത്തു, 3 സ്ക്വയർ ഈ 2 3 എടുത്തു. അപ്പോൾ 2 സ്ക്വയർ × 2 സ്ക്വയർ × 3 സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും, അങ്ങനെ അതെന്താണ് വാല്യൂ, 144 ആണ് വാല്യൂ. അപ്പോൾ നമ്മൾ സ്ക്വയർ റൂട്ട് കാണാണ്. 2 സ്ക്വയർ × 2 സ്ക്വയർ × 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് സംഭവിക്കും, അത് റൂട്ടിൻ്റെ പുറത്തെടുക്കണം. റൂട്ടിൻ്റെ പുറത്തെടുക്കുമ്പോൾ 2 സ്ക്വയർ എന്നുള്ളത് 2 സ്ക്വയർ എന്നുള്ളത് 3 സ്ക്വയർ ഓരോന്ന് വിധമാവും. ഇതിപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ടല്ല നമ്മൾ എഴുതിയിരിക്കണം, അത് ഓരോന്ന് വിധമാവും. 2 × 2 × 3 എന്നാവും. ഓക്കെ, അപ്പോൾ എന്താവും, 2 × 2 എന്താ, 4 4 × 3 എന്താ, 12. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം, 144ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 12 ആണ്. ഇത്ര ഉള്ളൂ. എങ്ങനെയാണ് നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്സ്. ഓക്കെ, ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇനി നമുക്ക് അടുത്തത് എങ്ങനെ ക്യൂബ് റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം.
ക്യൂബ് റൂട്ട് എന്താണെന്ന് മനസ്സിലായില്ലേ? ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ അതെ ഞാൻ പറഞ്ഞുതരാം. 1 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1 ഇൻറ്റു 1 ഇൻറ്റു 1 എത്ര വരും? 1 വരും. 2 ക്യൂബ് എന്താ പറയുക? 2 ഇൻറ്റു 2 ഇൻറ്റു 2. 3 ക്യൂബ് എന്താ? 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്താ? 8. 3 ഇൻറ്റു 3 ഇൻറ്റു 3 27 വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വാല്യൂസ് കാണാം. അപ്പോൾ ഇത് കിട്ടി. ഇത് 3ൻ്റെ ക്യൂബ് എന്താ വെച്ചാൽ 27 എന്ന് പറയണം. 2ൻ്റെ ക്യൂബ് എന്താ വെച്ചാൽ 8 എന്ന് പറയണം. 1ൻ്റെ ക്യൂബ് എന്നാൽ 1 എന്ന് പറയണം. അതേപോലെ 4 ക്യൂബ് ഉണ്ട്, 5 ക്യൂബ് ഉണ്ട്, 6 ക്യൂബ് ഉണ്ട്, 7 ക്യൂബ് ഉണ്ട്. എല്ലാം ഒരു 20-25 വരെ പഠിച്ചു വെക്കണം എല്ലാത്തിൻ്റെയും ക്യൂബ്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നറിയാം നമ്മൾ നോക്കാൻ പോണത്. ഇനി ക്യൂബ് റൂട്ട് എങ്ങനെ കാണുന്നത്? ഇപ്പോൾ 27 നമുക്ക് തന്നു. 27 നമ്മൾക്ക് തന്നിട്ട് നമ്മളെടുത്ത് പറഞ്ഞാൽ അതിൻ്റെ ക്യൂബ് റൂട്ട് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ 27 ഇങ്ങനെ എഴുതുക. 27 എന്ന് എഴുതിയിട്ട് ഇവിടെ 3 എന്നിട്ട് ഇതാണ് ക്യൂബ് റൂട്ട് കാണുക. ഓക്കെ അപ്പോൾ അതേപോലെ ഇപ്പോൾ വേറൊരു നമ്പർ 64ൻ്റെ ക്യൂബ് റൂട്ട് കാണണം പറഞ്ഞു. 64ൻ്റെ ഞാൻ കാണിച്ചു തരാം. 64ൻ്റെ ക്യൂബ് റൂട്ട് ഇങ്ങനെ എഴുതണം. 3 എന്ന് എഴുതണം. 64 എന്നിട്ട് ഇവിടെ ഒരു 3 എഴുതുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ 512ൻ്റെ ക്യൂബ് റൂട്ട് കാണാൻ അങ്ങനെ എഴുതിയിട്ട് ഇവിടെ ഒരു 3 ഇട്ട് വെക്കണം. അങ്ങനെയാണ് ക്യൂബ് റൂട്ട് കാണാമെന്ന് പറയാം. അപ്പോൾ നമുക്ക് 64ൻ്റെയും 512ൻ്റെയും ക്യൂബ് റൂട്ട് എങ്ങനെ കാണാമെന്ന് നോക്കാം. ഓക്കെ, 64 എന്ന് ആദ്യം എഴുതിയിട്ട് അതിൻ്റെ ക്യൂബ് റൂട്ട് കാണണമെങ്കിൽ ആദ്യം ഇതെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രൈം നമ്പേഴ്സ് എത്ര? 2, 3, 5, 7, 11, 13 ഒക്കെയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഫുള്ള് പറയണില്ല, ടൈം വേസ്റ്റ് ആക്കേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ 64ന് എന്ത് വെച്ചിട്ട് ആദ്യം 64 ഒരു ഈവൺ നമ്പറാണ്. 64 ഒരു ഈവൺ നമ്പറല്ല. അപ്പോൾ നമുക്ക് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 32 കിട്ടും. 32നെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 16 കിട്ടും. 16നെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ 8 കിട്ടും. 8നെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. 4നെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. വീണ്ടും 2നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത് ഇങ്ങനെ ചെയ്യുക. ക്യൂബ് റൂട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ സ്ക്വയർ റൂട്ട് നമ്മൾ എന്ത് ചെയ്തത്? സ്ക്വയർ റൂട്ട് നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ടാണ് പെയർ ചെയ്ത്. ഇവിടെ രണ്ടെണ്ണം വെച്ചിട്ടാണ് പെയർ ചെയ്ത്. പക്ഷേ ക്യൂബ് റൂട്ട് ആകുമ്പോൾ എന്ത് വേണം? മൂന്നെണ്ണം വെച്ചിട്ട് പെയർ ചെയ്യണം. ഇവിടെ 3 ഇവിടെ 3. അപ്പോൾ 2 എത്ര എണ്ണം ഉണ്ട്? 3 ഇൻറ്റു വീണ്ടും 2 ഒരു 3. അപ്പോൾ എന്തായി? 64 എന്ന് എഴുതാം. ഞാൻ എഴുതി കാണിച്ചു തരാം. 3 പെയർ എടുത്തു. 3 ഉണ്ട്. 2 പെയറാണുള്ളത്. 2 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ് ഈസ് ഈക്വൽ ടു 64. ഇനി ക്യൂബ് റൂട്ടല്ല കാണാം, അപ്പം അങ്ങനെ എഴുതണം. അപ്പോൾ എന്ത് ചെയ്യണം? 2�3 ഇൻറ്റു 2�3 ഈസ് ഈക്വൽ ടു 64 എന്ന് വരും. ഇനി എന്താണ്? ഈ ക്യൂബ് റൂട്ടിൻ്റെ പുറത്തോട്ട് ഈ 2നെ 2 ക്യൂബ് എടുക്കണം. അപ്പോൾ 2 ഇൻറ്റു 2 3 ഉള്ളതിനെ 1 ആക്കും. അതാണ് സംഭവിക്കണേ. സ്ക്വയർ റൂട്ട് കാണുമ്പോൾ എങ്ങനെ സംഭവിക്കണേ? രണ്ടെണ്ണം വെച്ചിട്ടല്ലേ പേരെടുത്ത്. അപ്പോൾ ക്യൂബ് സ്ക്വയർ റൂട്ടിൻ്റെ പുറത്തെടുക്കുമ്പോൾ എന്താവും? 2 ഉള്ള 1 ആവും. ഇവിടെ ക്യൂബാണ്. അപ്പോൾ 3 ഉള്ള ക്യൂബ് റൂട്ടാണ് കാണുന്നതുകൊണ്ട് 3 ഉള്ള 1 ആവും. അപ്പോൾ ഇവിടെ 2 ക്യൂബ് എന്ന് ഓരോന്നും ഇതെടുത്തിട്ട് 2 ഇൻറ്റു 2 എന്ന് എഴുതും. 2 ഇൻറ്റു 2 എത്രയാണ്? 4. അപ്പോൾ ക്യൂബ് റൂട്ട് എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം. 64 ഈസ് ഈക്വൽ ടു 4 എന്ന് എഴുതണം. അതാണ് ഇതിൻ്റെ ആൻസർ. ക്യൂബ് റൂട്ട് ഓഫ് 64 ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് 512ൻ്റെയും കൂടിയും കാണാം. 512ൻ്റെ ക്യൂബ് റൂട്ട് കാണുമ്പോൾ 512 എന്താ നമുക്കറിയാം. എന്ത് നമ്പറാണ്? ഒരു ഈവൺ നമ്പറാണ്. അപ്പോൾ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രൈം നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 256 എന്ന് കിട്ടും. 256ന് വീണ്ടും 2 വെച്ചിട്ട് 128 എന്ന് കിട്ടും. 128ന് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 64 എന്ന് കിട്ടും. 64ന് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 32. 32ന് 2 വെച്ചിട്ട് ചെയ്യുമ്പോൾ 16. 16ന് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8. 8ന് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4. 4ന് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2. 2ന് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2. ഓക്കെ, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇവിടെ ഈ 2നും കൂടി ഡിവൈഡ് ചെയ്ത് 1 എന്ന് കിട്ടും കേട്ടോ. ഞാൻ എഴുതിയത് ശരിയല്ല, ഒന്നും കൂടി ശരിക്കും എഴുതി കാണിച്ചാൽ 1 എന്ന് കിട്ടി. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് ക്യൂബ് 3 വെച്ചിട്ട് ആക്കണം. 1 ഇതൊന്ന്. അപ്പോൾ 3 വെച്ച് ക്യൂബ് റൂട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ 3 വെച്ചിട്ടാക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം ഇത് 2 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ് ഈസ് ഈക്വൽ ടു 512 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ക്യൂബിൻ്റെ ഉള്ളിൽ എഴുതുക
2 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ്. ഇനി എന്ത് ചെയ്യണം? ഇതിനെ പുറത്തെടുക്കണം. ഇവിടെ ഇങ്ങനെ എഴുതി വയ്ക്കുക 512. ഇതിനെ പുറത്തെടുക്കണം. ക്യൂബിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ക്യൂബ് റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ 2നെ പുറത്തെടുക്കുക. 2 ഇൻറ്റു 2 ഇൻറ്റു 2 എത്രയാണ് പറയുക? 8 ആണ്. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 512 ഈസ് ഈക്വൽ ടു എത്രയാണ്? 8. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. ഇത്ര കാര്യങ്ങളാണ് ക്യൂബ് റൂട്ട് കാണുമ്പോൾ. ഞാൻ ഇപ്പോൾ 2 പ്രോബ്ലം ചെയ്തു. ഇനി വേറെയും ക്യൂബ് റൂട്ട് കാണാം. 25 വരെ പഠിച്ചു. ഞാൻ ഇപ്പോൾ സിമ്പിളായിട്ടുള്ള ചെയ്തു. ഇനി വലിയ വലിയ നമ്പേഴ്സൊക്കെ ആദ്യം ഒരു നോട്ട് ബുക്കിൽ ക്യൂബ് റൂട്ട് ഒരു 25 വരെ 30 വരെയൊക്കെ എഴുതി വെച്ചിട്ട് അതിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് സ്റ്റെപ്സ് മനസ്സിലാവും. ഓക്കെ, ഇത് വളരെ എളുപ്പമാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നമ്പേഴ്സ് എഴുതാം. ഓക്കെ, കുറച്ച് നമ്പേഴ്സ് എഴുതാം. ഈ നമ്പേഴ്സ് കണ്ടോ? 428, 322, 624, 325. ഈ നമ്പേഴ്സിനൊരു ഇതിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇത് ഏതെങ്കിലും നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആണോ എന്ന് നമുക്കിത് നോക്കിയിട്ട് പറയാം. കാരണം എന്താ വെച്ചാൽ ഈ നമ്പേഴ്സ് എപ്പോഴും ഓർത്ത് വയ്ക്കണം. 2, 3, 7, 8 ഈ 4 നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2ഉം 3ഉം 7ഉം 8ഉം 2ഉം 3ഉം 7ഉം 8ഉം 2ഉം 3ഉം 7ഉം 8. ഈ നമ്പർ എപ്പോഴും ഓർമ്മ വേണം. കാരണം എന്താ പറയുക, ഈ നമ്പർ വന്നു കഴിഞ്ഞാൽ ഈ 8ൻ്റെ സ്ഥലത്ത്, അല്ലെങ്കിൽ ഇവിടെയുള്ള 2ൻ്റെ സ്ഥലത്ത്, അല്ലെങ്കിൽ ഇവിടെയുള്ള 4ൻ്റെ സ്ഥലത്ത്, അല്ലെങ്കിൽ ഇവിടെയുള്ള 5ൻ്റെ സ്ഥലത്ത്, ഇതിലെവിടെയെങ്കിലും 2ൻ്റെ സ്ഥലത്തോ 8ൻ്റെ സ്ഥലത്തോ എവിടെയെങ്കിലും ഈ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ 2ഓ 3ഓ 7ഓ 8ഓ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ചിട്ട് പറയാം ഇത് ഒരു സ്ക്വയർ അല്ല, ഒരു നമ്പറിൻ്റെ സ്ക്വയർ അല്ല എന്ന് ഉറപ്പിച്ച് പറയാം. അപ്പോൾ ഈ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇവിടെ 2 വന്നിട്ടുണ്ട്. ഈ നമ്പർ ഒരിക്കലും സ്ക്വയർ അല്ല. ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ 3 സ്ക്വയറിൻ്റെയോ 4 സ്ക്വയറിൻ്റെയോ 16 സ്ക്വയറിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ 18 സ്ക്വയറിൻ്റെയോ അല്ലെങ്കിൽ 20 സ്ക്വയറിൻ്റെയോ ഒക്കെ ഇപ്പോൾ നമുക്ക് എഴുതാം 40 സ്ക്വയറിൻ്റെയോ അല്ലെങ്കിൽ 30 സ്ക്വയറിൻ്റെയോ അല്ലെങ്കിൽ 45 സ്ക്വയറിൻ്റെ ഒന്നും സ്ക്വയർ അല്ല ഈ നമ്പർ. കാരണം ഇതിൻ്റെ അവസാനം 2 വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഒരു നമ്പറിൻ്റെയും സ്ക്വയർ അല്ല. ഇതിൻ്റെ അവസാനം 2 വന്നുകൊണ്ട് ഇത് സ്ക്വയർ അല്ല. ഇനി നമുക്ക് നോക്കാം 8. ഈ നമ്പർ നോക്കുക, 8 വന്നിട്ടുണ്ട്. 8 വന്നാലും ആ നമ്പർ സ്ക്വയർ അല്ല. ഇത് ഒരു നമ്പറിൻ്റെയും സ്ക്വയർ അല്ല. ഇതും ഒരു സ്ക്വയറിൻ്റെ നമ്പർ അല്ല. കാരണം ഇവിടെ 2ഉം 8ഉം വന്നുകൊണ്ട് 2ഉം 8ഉം വന്നു. അതുകൊണ്ട് ഇതെന്താണ്, ഒരു നമ്പറിൻ്റെ സ്ക്വയർ അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. പക്ഷേ ഇവിടുത്തെ കേസിൽ 4ഉം 624 624 ഈ 624ൻ്റെ 4ഉം ഉണ്ട് 5ഉം ഉണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ 2ഓ 3ഓ 7ഓ 8ഓ അല്ലല്ലോ, ഈ 4ഉം 5ഉം 2ഓ 3ഓ 7ഓ 8ഓ അല്ല. അപ്പോൾ നമുക്ക് പറയാം ചിലപ്പോൾ ഈ 2 നമ്പേഴ്സ് ഏതെങ്കിലും നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആവാതിരിക്കാം. ഈ 2ഉം 3ഉം 7ഉം 8ഉം അല്ലാത്ത നമ്പറാണ് വരുന്നതെങ്കിൽ അപ്പോൾ അതിന് എക്സാമ്പിൾ ഇപ്പോൾ 4 ആവാം, 5 ആവാം, 0 ആവാം, 6 ആവാം, 9 ആവാം, അങ്ങനെയുള്ള ഏതെങ്കിലും നമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം ചിലപ്പോൾ അത് സ്ക്വയർ ആവാം, ചിലപ്പോൾ അത് സ്ക്വയർ അല്ലാതിരിക്കാം. അപ്പോൾ ഈ നമ്പർ ഓർത്ത് വയ്ക്കണം, 2378 2378 2378. ഈ നമ്പർ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും നമ്പറിൻ്റെ അവസാനത്തിൽ യൂണിറ്റ് ഡിജിറ്റ് പ്ലേസിൽ 2ഓ 3ഓ 7ഓ 8ഓ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായും പറയാൻ കഴിയും ഈ നമ്പർ ഒരു നമ്പറിൻ്റെയും സ്ക്വയർ അല്ല, ഇത് സ്ക്വയർ അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാൻ പോണത് ഇപ്പോൾ ഒരു നമ്പറിൻ്റെ സ്ക്വയർ, ഫോർ എക്സാമ്പിൾ 32 സ്ക്വയർ, 34 സ്ക്വയർ, 43 സ്ക്വയർ, 48 സ്ക്വയർ, 52 സ്ക്വയർ,
64 സ്ക്വയർ ഇങ്ങനെ വരുന്ന നമ്പേഴ്സ്. ഇതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ എന്ത് വരും എന്നാണ് എൻ്റെ അടുത്ത ചോദ്യം. ഇതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ ഇതിപ്പോൾ 32 സ്ക്വയർ നമുക്ക് ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, ഗുണിച്ച് നോക്കേണ്ട ആവശ്യമില്ല. 32 ഇൻറ്റു 32 എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. യൂണിറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ 428 എന്ന് പറയുകയാണെങ്കിൽ ഈ 8 ആണ് യൂണിറ്റ് പ്ലേസ്. 322 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ആണ് യൂണിറ്റ് പ്ലേസ്. 43 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ആണ് യൂണിറ്റ് പ്ലേസ്. അല്ലെങ്കിൽ വൺസ് പ്ലേസ് എന്നും പറയും, യൂണിറ്റ് പ്ലേസ് എന്നും പറയും. ഓക്കെ, ഇപ്പോൾ 400 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 0 ലാസ്റ്റ് 0 ആണ് യൂണിറ്റ് പ്ലേസ്. അല്ലെങ്കിൽ 735 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാസ്റ്റത്തെ 5 ഉണ്ടല്ലോ, അതാണ് യൂണിറ്റ് പ്ലേസ്. ആ യൂണിറ്റ് പ്ലേസ് എന്താണ്? ഇപ്പോൾ 32 സ്ക്വയർ, 34 സ്ക്വയർ, 43 സ്ക്വയർ, 48 സ്ക്വയർ, 58 സ്ക്വയർ, 64 സ്ക്വയർ, ഇതിൻ്റെയൊക്കെ യൂണിറ്റ് പ്ലേസ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ യൂണിറ്റ് പ്ലേസ് എന്തായിരിക്കും? അപ്പോൾ 32 സ്ക്വയറിൻ്റെ യൂണിറ്റ് പ്ലേസ് എന്തായിരിക്കും? ഈ 2 ഉണ്ട്, ഈ 2, ഈ ലാസ്റ്റത്തെ 2, ഈ 2 മൾട്ടിപ്ലൈ ചെയ്യുക, 2 ഇൻറ്റു 2. ഇപ്പോൾ നമ്മൾ 32 ഇൻറ്റു 32 അല്ല 32 സ്ക്വയർ, അതിൽ 2ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്യുക. 32 സ്ക്വയർ എന്താ? 32 ഇൻറ്റു 32, അതിൽ 2ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 4 എന്ന് വരും. അതാണ് ഇതിൻ്റെ 32 സ്ക്വയറിൻ്റെ 32 ഇൻറ്റു 32ൻ്റെ അവസാനം വരുന്ന നമ്പർ, ആൻസറിൻ്റെ അവസാനത്തെ നമ്പർ 4 ആയിരിക്കും. കാരണം 2ഉം ഇൻറ്റു 2 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ 4 വരുന്നത്. ഇനി ഈ 4 എടുക്കുക, ഈ 34ലെ 4 എടുക്കുക. ഇതിൻ്റെ യൂണിറ്റ് പ്ലേസ് എന്താ കണ്ടുപിടിക്കണം. ഓക്കെ, അതിനെന്ത് ചെയ്യണം? ഈ 4 2 പ്രാവശ്യം മൾട്ടിപ്ലൈ. അപ്പോൾ 34 ഇൻറ്റു 34 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 4 ഇൻറ്റു 4 മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 16 എന്ന് കിട്ടും. 16ൻ്റെ ലാസ്റ്റ് നമ്പർ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം. 32 ഇൻറ്റു 32 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ നമ്പർ എന്താ? 2ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 4 വരും. അതാണ് ലാസ്റ്റത്തെ യൂണിറ്റ് പ്ലേസ്, യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ 34 സ്ക്വയറിൻ്റെ 34 ഇൻറ്റു 34ൻ്റെ ലാസ്റ്റത്തെ നമ്പർ എത്ര? 4ഉം 4 മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 16 എന്ന് കിട്ടും. 16ൻ്റെ ലാസ്റ്റത്തെ 6 മാത്രം എടുത്താൽ മതി. 16 ആണ് വരിക 4 ഇൻറ്റു 4, പക്ഷെ ആ 6 ലാസ്റ്റത്തെ നമ്പർ 6 മാത്രം എടുക്കുക. പിന്നെ 3, ഇപ്പോൾ 43 ഇൻറ്റു 43 അതേപോലെ ഈസ് ഈക്വൽ ടു എന്ത് വരും? 3 ഇൻറ്റു 3 എത്ര വരും? 3 ഇൻറ്റു 3 9. ആ നമ്പറിൻ്റെ അവസാനത്തെ നമ്പർ എന്ന് പറയുന്നത് 9 ആയിരിക്കും. 43യും 43യും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന നമ്പറിൻ്റെ അവസാനത്തെ നമ്പർ, അല്ലെങ്കിൽ എന്ത് പറയണം, യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ 9 ആയിരിക്കും. ഇനി 8 ഉണ്ട്, 48 സ്ക്വയർ എന്താ? 48 ഇൻറ്റു 48 രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ 8 ഇൻറ്റു 8 എത്ര? 64 ആണ്. 64ൻ്റെ അവസാനത്തെ നമ്പർ എടുക്കുക, അപ്പോൾ 4. അപ്പോൾ 4 ആയിരിക്കും ഇവിടെ യൂണിറ്റ് പ്ലേസിൽ വരിക. ഓക്കെ, 4 മാത്രമേ എഴുതണുള്ളൂ. ഇവിടുത്തെ യൂണിറ്റ് പ്ലേസ് വരുന്നത് എന്താണ്? 4 ആയിരിക്കും. ഇനി 52 സ്ക്വയർ എന്താ? 52 ഇൻറ്റു 52 എന്താ? അതിൽ 2ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 തന്നെ കിട്ടും. അപ്പോൾ അതാണ് യൂണിറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ 64 സ്ക്വയർ, ഇവിടെ 64 സ്ക്വയർ ഉണ്ട്. 64 സ്ക്വയർ എന്താ? 64 ഇൻറ്റു 64, അതിൻ്റെ യൂണിറ്റ് പ്ലേസ് എന്തായിരിക്കും? 4 ഇൻറ്റു 4 ചെയ്താൽ മതി. 4 ഇൻറ്റു 4 എന്താ? 16 ആണ്, പക്ഷേ ആ 16ലെ ലാസ്റ്റത്തെ നമ്പർ എത്രയാണ്? 6 ആണ്. അപ്പോൾ 6 ആണ് എടുത്ത യൂണിറ്റ് പ്ലേസ്. ഇനി ഒരു വലിയ നമ്പർ എടുക്കാം, 688 സ്ക്വയർ. ഇതിൻ്റെ യൂണിറ്റ് പ്ലേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയേണ്ടി വരും? 688 ഇൻറ്റു 688 ആണ് ഇത് ചെയ്യുക. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ നമ്പർ എത്ര? 8ഉം 8ഉം. ഈ 8ഉം 8ഉം മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 64 എന്ന് കിട്ടും. 8ഉം 8ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 64 എന്ന് കിട്ടും. 64ൻ്റെ അവസാനത്തെ നമ്പർ എത്ര? 4. ആ 4 ആയിരിക്കും ഇതിൻ്റെ ഈ നമ്പർ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന നമ്പറിൻ്റെ അവസാനം 4 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് യൂണിറ്റ് പ്ലേസ് എന്ന് കിട്ടുക എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെയാണ് യൂണിറ്റ് പ്ലേസ് കണ്ടുപിടിക്കുക. ഓക്കെ, അവസാനത്തെ 2 നമ്പർ, ആ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് പ്ലേസ് കിട്ടും. ഓക്കെ, ഇനി നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 1 എന്താ? ഒരു ഓഡ് നമ്പറാണ്. 1 ഒരു ഓഡ് നമ്പറാണ്. 1 തന്നെയാണ്. ഞാൻ നോക്കാം. ഇനി ആദ്യത്തെ 2 ഓഡ് നമ്പേഴ്സ് എടുക്കുക. 1 + 3. ആദ്യത്തെ 2 ഓഡ് നമ്പർ എത്രയാണ്? 1 + 3 അതെന്താണ്? 4. 1 + 3 എന്താണ്? 4. ഓക്കെ, ഇനി ആദ്യത്തെ 3 ഓഡ് നമ്പർ എടുക്കുക. 1 + 3 + 5. ആദ്യത്തെ 3 ഓഡ് നമ്പർ എത്രയാണ്? 1 + 3 + 5 9. ഓക്കെ, 9 എഴുതി. ഇനി അടുത്തത് 1 + 3 +
5 പ്ലസ് 7 അതിൻ്റെ സം എത്രയാണ് 16 എന്ന് വരും. 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 ആദ്യത്തെ 4 ഓഡ് നമ്പേഴ്സിൻ്റെ സം എത്രയാണ് 16 എന്ന് വരും. ഇനി ഇത് നോക്കി, ഈ നമ്പേഴ്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? 1 4 9 16 നമ്പർ, ഈ നമ്പേഴ്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇത് 1 സ്ക്വയർ ആണ്, ഇത് 2 സ്ക്വയർ ആണ്, ഇത് 3 സ്ക്വയർ ആണ്, ഇത് 4 സ്ക്വയർ ആണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ അത് 1 സ്ക്വയർ ആണ്. ആദ്യത്തെ രണ്ട് ഓഡ് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അത് 2 സ്ക്വയർ ആണ്. ആദ്യത്തെ 3 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അത് 3 സ്ക്വയർ ആണ്. ആദ്യത്തെ 4 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അത് 4 സ്ക്വയർ ആണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിച്ച് വെക്കുക എല്ലാവരും. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചത്? സ്ക്വയർ കാണാൻ പഠിച്ചു, സ്ക്വയർ റൂട്ട് കാണാൻ പഠിച്ചു, ക്യൂബ് എന്താണെന്ന് പഠിച്ചു, ക്യൂബ് റൂട്ട് എന്താണെന്ന് പഠിച്ചു, യൂണിറ്റ് പ്ലേസിൽ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ഒരു സ്ക്വയർ എടുത്തിട്ട് രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ എന്ത് വരും എന്ന് കാണാൻ പഠിച്ച്. പിന്നെന്താ പഠിച്ചത്? പിന്നെ ഒരു നമ്പർ എന്താണ് സ്ക്വയർ ആണോ, ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആണോ അല്ലേ എന്ന് നോക്കാൻ പഠിച്ചു. അങ്ങനെ പറഞ്ഞത് ഞാൻ 2ഓ 3ഓ 7ഓ 8ഓ വന്നു കഴിഞ്ഞാൽ, ഒരു നമ്പറിൻ്റെ അവസാനത്തിൽ 2ഓ 3ഓ 7ഓ 8ഓ വന്നു കഴിഞ്ഞാൽ അത് സ്ക്വയർ നമ്പർ അല്ല, ഒരു നമ്പറിൻ്റെ സ്ക്വയർ അല്ല. ഇപ്പോൾ 2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4. അപ്പോൾ എന്ത് പറയണം? 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് 4 എന്ന് പറഞ്ഞാൽ 2, 3ഓ 7ഓ പെട്ട നമ്പർ അല്ല, അതുകൊണ്ട് അത് സ്ക്വയറായി, ഒരു നമ്പറിൻ്റെ സ്ക്വയറായി. ഇപ്പോൾ 2ൻ്റെ സ്ക്വയറാണ് 4. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്ക്വയറായി. ഓക്കെ, ഇപ്പോൾ 2ഓ 3ഓ 7ഓ 8 ആണ് ഒരു നമ്പറിൻ്റെ അവസാനം വരുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം അത് ഒരിക്കലും ഒരു നമ്പറിൻ്റെ സ്ക്വയർ അല്ല. അതേസമയം മറ്റേതെങ്കിലും നമ്പേഴ്സ് ആണ് വരുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 0 1 അല്ലെങ്കിൽ 4 9 6 ഇതൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പറയാം മേ ബി സ്ക്വയർ ആവാം, അല്ലാതിരിക്കും ചെയ്യാം, എന്തോ ആവാം, നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രോബ്ലംസ് ഈ ചാപ്റ്ററിൽ ചെയ്യുന്നുണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്റർ ഞാൻ ഒന്നേ കൂടി എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ.